ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്നു പൂരുഷൻ ദ്വിജത്തെത്താൻ പ്രാപിക്കുന്നിതന്നവൻ നിഗമോക്തമാർഗേണ ഭക്തിയോടും എന്നെ പൂജിക്ക വേണം അതിൻ്റെ വിധി കേൾക്ക. സ്തണ്ടിലെ വൻഹിതങ്കലർച്ചിക്കാം സൂര്യങ്കലും അമ്പുവിൽ ഹൃത്തിങ്കലും ദ്വിജന്മാർ ഭക്തിയോടു ദ്രവ്യങ്ങൾ കൊണ്ടു പൂജിച്ചിടാം തദ്ഗുരുവിനെ. കേവലം ഞാനെന്നുറ്റു പൂജിക്ക നിഷ്കളങ്കം. ദന്തശോധനാദികൾ സ്നാനവും ചെയ്തു പിന്നെ മന്ത്രങ്ങൾ കൊണ്ടു മംഗശുദ്ധിയും ചെയ്തു പിന്നെ മൃദ്ഗ്രഹണത്തിനാലും ശുദ്ധനായി വഴി പോലെ സദ്ഗുണസന്ധ്യോപാസനാദികളായതെല്ലാം വേദോക്തം പോലെ ചെയ്തു നിത്യകർമ്മങ്ങളെയും സാദരം പിന്നെ വീണ്ടും കർമ്മത്തിനായിക്കൊണ്ടും ദർഭനാലാസനത്തെ കൽപ്പിച്ചു വസിച്ചതിൽ സൽപ്പുമാൻ സങ്കൽപ്പത്തെ പ്രാപ്യമായി കൽപ്പിക്കേണം. ശിലയും ദാരുലോഹം ലേപ്യലേഖ്യ സൈഗതി വിലസും മണിമയമിങ്ങനെ 8 വിധം പ്രതിമ തന്നിൽ പ്രതിഷ്ഠിച്ചു കൊള്ളേണമെന്നെ. പ്രതിമ തന്നിൽ പ്രതിഷ്ഠിപ്പതും 2 വിധം മന്ദിരത്തിങ്കലാവാഹിച്ചിട്ടു സ്ഥിരാർച്ചനം. സ്തണ്ടിലെ കൽപ്പിച്ചുദ്വസിപ്പതാമസ്ഥിരവും പ്രതിഷ്ഠിച്ചുദ്വാസനമില്ലാത്തതല്ലോ സ്ഥിരം. പ്രതിഷ്ഠിച്ചുദ്വാസനം ചെയ്വതങ്ങസ്ഥിരവും സ്നാപനമവിലേപ്യേ അന്യത്ര മാർജനവും അസ്ഥിരേ വികൽപ്പവും സ്തണ്ടിലെ 2മാകാം. ദ്രവ്യത്താൽ എന്നെ പ്രസിദ്ധവുമായി യജിച്ചിടാം. സേവയാ മധുയാഗം പിന്നെയും പ്രതിമാസു ഭക്തനെ പ്രകാരം ഭാവത്താൽ മനസ്സിങ്കൽ ഏൽപ്പിച്ചവണ്ണം സ്നാനാദ്യലങ്കാരങ്ങൾ കൊണ്ടു മർച്ചിക്കാം. അതിനീതും സംശയമില്ലുദ്ധവ. സ്തണ്ടിലത്തിങ്കൽ തത്വന്യാസേന വൻഹീങ്കലാജ്യത്താൽ ഹവിസ്സിനാൽ സൂര്യങ്കലർഘ്യാദിയാൽ യോജ്യമായതുകൊണ്ടു ശ്രദ്ധാഭക്ത്യാദിയോടും ജലഗന്ധങ്ങൾ പുഷ്പധൂപദീപാന്നാദ്യാദി ഫലത്താൽ ശോഭനത്താൽ പൂജിക്കാമെന്നയടോ. ജലഗന്ധങ്ങൾ പുഷ്പധൂപദീപാന്നാദ്യാദി ഫലത്താൽ ശോഭനത്താൽ പൂജിക്കാമെന്നേയടോ. പൂജാസാധനമെല്ലാം മുമ്പിലെ സംഭരിച്ചു പൂജയ്ക്കു ദർഭാസനസ്ഥിതനായി ദിഗ്ബന്ധത്താൽ പൂജിച്ചു സമ്മുഖനായ അംഗന്യാസവും ചെയ്തു യോജിച്ച ചിത്തത്തോടും പാണികൾ കൊണ്ടർച്ചിക്ക. അർച്ചനം ചെയ്തു ദ്വിജൻ കലശമേവം യവ ദുർവാദിയെ കൊണ്ടു സാധിച്ചങ്ങനെ. എന്നാലതും പൂജിച്ചു 3 പാത്രം വെച്ചിട്ടങ്ങതിലുപസാധിച്ചു വച്ചുള്ളോരു ദ്രവ്യങ്ങൾ അതുകൊണ്ടും പൂജിച്ചർച്ചിക്കാമതു ദേവതാ പൂജയല്ലോ. പൂജാ പദ്ധതി പിന്നെ വേണ്ടത് ചൊൽവൻ കേൾക്ക. പാദ്യാർഘ്യാചമനത്തിനായിക്കൊണ്ടു 3 പാത്രം സപുഷ്പം പൂർവം വെച്ചു ദേശികൻ ഹൃത്തുകൊണ്ടു ശിക്ഷയായി ശീലിപ്പിച്ചിട്ടിരിക്കും ഗായത്രിയാൽ. ശിക്ഷയോടഭിമന്ത്രിച്ചിടുക വേണം താനും. പിണ്ടത്തിങ്കൽ അനിലവൻഹികൾ തമ്മിക്കൊണ്ടു നന്നായി ശുദ്ധമാക്കി ക്ലിഷ്ടമായിരിക്കുന്ന കലയെ എൻ്റെ ജീവകലയായി ധ്യാനിച്ചുടൻ പരിചിൽ നാദാന്തത്തിൽ സിദ്ധഭാവിതമായി ആത്മഭൂതമായിരിക്കുന്നതിനോടുകൂടി ആത്മപിണ്ഡത്തിൽ വ്യാപ്തം സമമായി കർമ്മൈരുതം പരനെ ആവാഹിച്ചിട്ടർച്ചനാദികളിൽ മാം പരമായി സ്ഥാപിച്ചിട്ടു പൂജിക്കാം അലങ്കാരാൽ. എന്നുട നവധർമാദികളാൽ കൽപ്പിച്ചെൻ്റെ ആസനത്തെയും അഷ്ടാദള പത്മമായതിൻ കർണിക തന്നിൽ പുഷ്ടകേസരോജ്വലമായി
പാഞ്ചജന്യവും സുദർശനവും ഗദാവാളും ധനുസും മുസലവും കൗസ്തുഭവും ശ്രീവത്സവും നന്നായി പൂജിക്കേണം നന്ദം സുനന്ദനെയും. കർണിക തന്നിൽ പുഷ്ടകേസരോജ്വലമായി പാഞ്ചജന്യവും സുദർശനവും ഗദാവാളും ധനുസും മുസലവും കൗസ്തുഭം ശ്രീവത്സവും നന്നായി പൂജിക്കേണം നന്ദം സുനന്ദനെയും. പ്രചണ്ഡം ചണ്ഡം പിന്നെ ഗരുഡം മഹാബലം ബലനെ കുമുദനെ കുമുദേക്ഷണൻ തന്നെ ദുർഗയെ വിനായകം വിശ്വക്സേനനെ വ്യാസം സ്വർഗനായകം ഗുരും ദേവകളിവരെയും. തങ്ങൾക്കുള്ള സ്ഥാനാഭിമുഖമായി മംഗലമാകും വണ്ണമിരുന്നു കൊണ്ടു പിന്നെ ചന്ദന കർപ്പൂരോശീരാഗൊരു കുങ്കുമങ്ങൾ എന്നിവ കൊണ്ടു പ്രോക്ഷിച്ചമ്പോട് പൂജിക്കണം സുഗന്ധസലിലത്താൽ സ്നാനമന്ത്രങ്ങളാലും നിത്യമായിരിക്കുന്ന വിഭവങ്ങളെ കൊണ്ടു. സ്വർണഘർമാനുവാകാൽ മഹത് പൂരുഷവിദ്യ എന്നിവയാലും സൂക്തസാമ പൂരുഷസൂക്ത്യ നീരാജനാദി വസ്ത്രാഭരണ പൂണൂനൂലാൽ ചാരുപുഷ്പങ്ങളാലും സുഗന്ധലേപനത്താൽ ഏവമങ്ങലങ്കരിച്ചേറ്റവും മോദത്തോടും ഏവനൻ ഭക്തനെന്നെ ഏറ്റവും യഥോചിതം ഗുളപായസ സർപ്പിശൂല്യ പൂവാദ്യേന വളരധി സൂപനൈവേദ്യം സങ്കൽപ്പയേൽ ദന്തധാവനാഭ്യങ്കാദ്യഭിഷേകങ്ങൾ ചെയ്തു സന്തതമിന്നും നിവേദ്യം മുതൽ ഗീതനൃത്ത വാദ്യാലങ്കാരങ്ങളാൽ പർവണി വിധി പോലെ വൻഹികുണ്ഡത്തിൽ യജിച്ചിടണം. സ്തണ്ടിലേപി പിന്നെ നൽപരിസ്തരണാദിഭിരഗ്നിയിലും വിധി പോലുള്ള ബഹു സൽപദാർത്ഥങ്ങൾ കൊണ്ടും സതതം ശുഭബുദ്ധ്യാ ചലനരഹിതനായി തപ്തജാംബൂനദാഭ പോലെ മാമഗ്നോ രൂപം ചിത്തത്തിൽ സങ്കൽപ്പിച്ചു ഭക്തിയോടനുദിനം ശംഖചക്രാബ്ജഗദാ ശോഭിത ചതുർഭുജം പങ്കജ കിഞ്ചൽക്കാഭാവാസസം പരം ശാന്തം ശോഭിത കിരീടവും കടക കടിസൂത്ര ശോഭിതാംഗത വലയങ്ങൾ ശ്രീവത്സ വക്ഷോ ദേശവും കൗസ്തുഭവും വനമാല ഇത്യാദി ശോഭിത രൂപനാകുമെന്നെ ധ്യാനിച്ചർച്ചിച്ച് ആലാനന്ദത്താൽ ദേശവും ശ്രീവത്സവക്ഷോ ദേശവും കൗസ്തുഭവും വനമാല ഇത്യാദി ശോഭിത രൂപനാകുമെന്നെ ധ്യാനിച്ചർച്ചിച്ചാലാനന്ദാൽ ഹവിസ്സിനാൽ ഘൃതത്താൽ ഓരോ തരമൊന്നിച്ചു ഷോഡശോപചാരാധ്യർത്ഥങ്ങൾ കൊണ്ടു മൂലമന്ത്രത്താൽ ധർമാദികളാൽ സംയുക്തനായി ന്യായമെങ്ങനെ എന്നാൽ ഔവണ്ണം മന്ത്രത്താലും ബോധജ്ഞനർച്ചിച്ചിട്ടു നമസ്കാരവും ചെയ്തു പാർഷദന്മാർക്കായിക്കൊണ്ടു നൈവേദ്യാർച്ചനം ചെയ്തു മൂലമന്ത്രത്തെ ജപ്ത്വാ ബ്രഹ്മത്തെ സ്മരിച്ചിട്ടു മൂലമാം നാരായണനായിരിക്കുന്ന വിശ്വക്സേനനായിക്കൊണ്ടും ശേഷം ഉപചാരങ്ങൾ ദാനം ചെയ്തു സങ്കൽപ്പിച്ചു പൂജിക്കുക ഭക്ത്യാ. പിന്നെ വക്രവാസത്തിനായി താമ്പൂല നിവേദ്യവും ഭക്തിമാൻ ചെയ്തു പിന്നെ മുക്തി സമ്പാദിപ്പാനായി മൽക്കഥ കേട്ടു നൃത്തം ചെയ്യുകയും മുഹൂർത്തത്താൽ സൽക്കഥമാനനായി സങ്കല്പരൂപങ്ങളാം പ്രാകൃതന്മാരാം പൗരാണികന്മാരുച്ചരിക്കും കേവലസ്തവങ്ങളാൽ സ്തുതിച്ചു സന്തുഷ്ടനായി വന്ദിതനായി നൃത്തം ചെയ്തിട്ടു മൽപദത്തെ വന്ദിച്ചു വീണു നമസ്കരിച്ചു ബാഹുക്കളാൽ പരിരംഭണമായി പ്രാർത്ഥിച്ചിടേണമെന്നെ. പരമജഗൽ പ്രഭോ പരബ്രഹ്മമേ പോറ്റി ജനന മരണാദി സംസാരാർണവേ നിന്നു തരണം ചെയ്തിടുവാൻ കരുണയരുളുക. ഇത്തരമർച്ചിച്ചതി ഭക്തി സംയുതമെന്നാൽ ദത്തമായിരിക്കുന്നോരുത്തമ പ്രസാദത്തെ ധൃത്വാ മസ്തകെ പിന്നെ ആദരവോടുകൂടി ഉദ്വസിപ്പിക്കണമെന്നിരിക്കൽ കേവലാത്മാ ജ്യോതിരൂപകമായിട്ടിരിപ്പോരെങ്കൽ തന്നെ ചേതസാ ഉദ്വസിപ്പിച്ചിടുക ശാന്തനായി. അർച്ചനാദികളേവമേവൻ യാതൊരേടത്തും അർച്ചിക്കുന്നാകിലതു ശ്രദ്ധയായർച്ചിക്കണം. സർവാത്മാവാകുമഹം സർവഭൂതങ്ങളിലും
സർവഭൂതാത്മാവായും ഞാൻ തന്നെ ഇരിക്കുന്നതെന്നറിഞ്ഞേവം ക്രിയായോഗ കർമ്മങ്ങൾ കൊണ്ടും വൈദിക താന്ത്രികങ്ങൾ കൊണ്ടുമർപ്പയനായി ഇഹലോകവും പരലോകവും സാധിക്കുന്നിതിഹ തന്നുടെ സേവാർച്ചനയ്ക്കു പുഷ്പോദ്യാനി നദീതീരത്തും ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിൽ വനദേശത്തും രാജമന്ദിരം ബ്രഹ്മലോകം ഉത്തമനെന്നെ തന്നെ നിരപേക്ഷകനായി ഭക്തിയോഗത്താൽ പൂർണ്ണനായിരിക്കുന്നോരെൻ്റെ ഭക്തിയോഗത്തെ ലഭിച്ചിടുന്നതിപ്രകാരം. സർവാത്മാവാകുമഹം സർവഭൂതങ്ങളിലും സർവഭൂതാത്മാവായും ഞാൻ തന്നെ ഇരിക്കുന്നതെന്നറിഞ്ഞേവം ക്രിയായോഗ കർമ്മങ്ങൾ കൊണ്ടും വൈദിക താന്ത്രികങ്ങൾ കൊണ്ടുമർപ്പയനായി ഇഹലോകവും പരലോകവും സാധിക്കുന്നിതിഹ തന്നുടെ സേവാർച്ചനയ്ക്ക് പുഷ്പോദ്യാനെ നദീതീരത്തും ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിൽ വനദേശത്തും രാജമന്ദിരം ബ്രഹ്മലോകം ഉത്തമനെന്നെ തന്നെ നിരപേക്ഷകനായി ഭക്തിയോഗത്താൽ പൂർണ്ണനായിരിക്കുന്നോരെൻ്റെ ഭക്തിയോഗത്തെ ലഭിച്ചിടുന്നതിപ്രകാരം. യാതൊരുത്തനുമെന്നെ പൂജിക്കുന്നതവനാൽ സദ്വൃത്തയായും പരദത്തയായിരിക്കുന്ന വൃത്തിയെ വിട്ടു സുരവിപ്രന്മാരുടെ വൃത്തിയുക്തനായി വരുന്ന തദ്വൃത്തവാനായുള്ളവൻ അയുധായുധവർഷം ഭക്തനായി സർവകർമ്മഫലസിദ്ധനായി വരുമില്ല സംശയമേതും. പരൻ്റെ സ്വാഭാവികമായ കർമ്മങ്ങൾ സ്തുതിക്കരുതു നിന്ദിക്കയും ചെയ്യരുതറിഞ്ഞാലും ഏകാത്മാവായിരിക്കും വിശ്വമാമിതുകൊണ്ടും പ്രകൃതി പുരുഷാത്മാവായിരിക്കുന്ന പരൻ തത്സ്വഭാവങ്ങളായ കർമ്മങ്ങൾ കൊണ്ടുമേവം പ്രശംസിക്കയും നിന്ദിക്കയും ചെയ്തിടുന്നവൻ വേഗമോടസത്താകുമിരുട്ടു തന്നിൽ ചെന്നു ശോകമോഹിതനായി സംഭ്രമിക്കുന്നു താനും. നിദ്രാസംയുക്തനായിട്ടിരിക്കും തൈജസനും പിണ്ഡസ്ഥനായി നഷ്ടചേതനനായിക്കൊണ്ടു മായയെ പ്രാപിക്കുന്ന മൃത്യു തന്നെയും ചേരും. നാനാർത്ഥദൃക്കായി പുമാൻ പ്രാപിക്കുന്നതുപോലെ നല്ലതുമാകാത്തതും രണ്ടു ഭേദങ്ങളൊന്നുമില്ലല്ലോ. അദ്വൈതമായിരിക്കും വസ്തുവിങ്കൽ ഒന്നുമില്ലതും ഉണ്ടെന്നുരപ്പത സത്യമാം. മാനസധ്യാനം തന്നെ വേറെയൊന്നുമേയില്ല. ആഭാസനായി ഛായാരൂപനാം തൈജസൻ താൻ നശിച്ചു പോകുന്നിതു വേറില്ലെന്നറിഞ്ഞിട്ടും ഈ വണ്ണം ദേഹാദിയാം ഭാവങ്ങൾ ശാന്തി വന്നാൽ അവനു മൃത്യുവിങ്കൽ നിന്നേതും ഭയം വേണ്ട. ആത്മാവു തന്നെ വിശ്വം സൃഷ്ടിച്ചിടുന്നതും ആത്മാവാം പ്രഭു സൃഷ്ടിച്ചിടുന്നതില്ലൊന്നുമേ. വിശ്വാത്മാ തന്നെ രക്ഷിക്കുന്നതും സംഹാരവും വിശ്വാത്മാ തന്നിൽ യുഷ്മദസ്മൽ ദ്വൈതങ്ങളില്ല. ഉണ്ടെന്നു തോന്നുന്നതു ത്രിഗുണമയഭേദം രണ്ടെന്നു തോന്നുന്നതു മായാവൈഭവം തന്നെ. ജ്ഞാനവിജ്ഞാന നിപുണത്വമാം മധുക്തത്തെ ജ്ഞാനിയാമവൻ ഗ്രഹിച്ചിട്ടുടൻ ഇഷ്ടാനിഷ്ടഭേദമെന്നിയെ ലോകേ സൂര്യനെ പോലെ നിത്യം ചേതസി ഭേദാഭേദമെന്നിയെ സദാകാലം പ്രത്യക്ഷാനുമാനമാം നിഗമങ്ങളെ കൊണ്ടു പ്രത്യക്ഷാത്മാവായി കണ്ടു സർവവും അറിഞ്ഞുതാൻ നിസ്സംഗനായി സർവദിക്കിലും സദാകാലം സത്സംഗം കൊണ്ടു നിത്യം കഴിച്ചു സഞ്ചരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി.